എന്ത് അണ്ടാരമാരി ഇതിനേക്കാളും വലിയ മറ്റേത് പറഞ്ഞല്ലേ, ഞാൻ ആ ഉദാഹരണം പറയില്ല. അങ്ങനെ തോന്നിയപ്പോൾ മൂപ്പര് ചോദിച്ചു, ഇന്റെ കൂടെ ഉണ്ട് കുറച്ച് ആൾക്കാർ, ഞമ്മക്കൊന്നാണ് ചാടിയൊക്കെ ഒരു പുതിയ തെരീക്കത്ത് ഉണ്ടാക്കിയാലോ. അപ്പൊ മൂപ്പര് മടവൂർ തെരീക്കത്ത് ഉണ്ടാക്കി. ബഹുമാന്യനായ ഹുസൈൻ കോയ മടവൂർ കുറച്ചാലും സാധുക്കളെ പേടിച്ച് ജനങ്ങൾ അങ്ങോട്ട് വിട്ടു, ഗൾഫിലേക്കൊക്കെ വിട്ടു, നന്നായിക്കോട്ടെ നേരിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴും ഈ പച്ച ഇഖ്വാനിസാ തിരിക്കണ്. അപ്പൊ ശൈഖന്മാർക്ക് മനസ്സിലായി ഈ ചെക്കം എന്തോ കുരുത്തക്കെടുണ്ട്, നാട്ടിൽ കത്തയച്ചു, ഈ ചെറുക്കൻ ഞങ്ങൾ സൂക്ഷിച്ചോണം. അല്ലല്ലോ, ശൈഖന്മാര് നല്ല തന്നെ ഇബ്നു ബാസിനൊക്കെ ഇവിടുന്ന് കത്തയച്ചു കൊടുത്തു, നല്ല തന്നെ, നല്ല കുട്ടീനെ, തിരക്കടൊന്നും ഇല്ലല്ലോ. ആ ശരി, തൽക്കാലം അങ്ങനെ കൂടെ കൂട്ടി. പിന്നെയല്ല മനസ്സിലായത് മരിച്ചിട്ടില്ല. ബഹുമാന്യനായ AP അള്ളാഹു അദ്ദേഹത്തിന് കുറച്ചൊരു അന്തം കൊടുക്കട്ടെ പഠിച്ചോനെ, എന്നാലേ ഇതൊക്കെ ഒന്ന് പരിഹരിക്കുള്ളൂ. ഇത് കേൾക്കുണ്ടെങ്കിൽ അല്ലെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം, കുറച്ച് അന്തം പഠിച്ചാൽ കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും കൊടുക്കണം. അപ്പൊ കുറച്ച് ബുദ്ധി കുറെ ഉണ്ടല്ലോ അതിനകത്ത്, പേടുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാനുള്ള ഒരു ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ. ആ മനുഷ്യൻ എപ്പോഴും പറയേണ്ട ഒരു റിലേ നടത്തുന്ന കഥ പറയും, അല്ലെങ്കിൽ കൊടയെ കയറ്റിയ കഥയൊക്കെ പറയും. അങ്ങനെ കൊടയിട്ട് ഇങ്ങനെ വെറുതെ കൊടയിട്ടാണ് പോയത്. അതേമാതിരി മൂപ്പര അതായിട്ടാണ് പോയി, മൂപ്പരെ കൂടെ കുറച്ച് ആളും പോയി. പോയ ഓലെ നമ്മൾ വിമർശിച്ച അന്ന് എങ്ങനെ, ഇവര് വിമർശിച്ചെങ്ങനെ, ഇവര് വിളിച്ച് കണ്ടോ അധികാരം കൊണ്ടേലേ കസര കൊണ്ടേയില്ലെന്നാ നമ്മൾ വിചാരിച്ചെങ്ങനെ, അന്നും നമ്മളെന്നും വിമർശിച്ചെങ്ങനെ ആദർശപരമായി. ഇപ്പൊ നമ്മൾ സമസ്തക്കാർ എന്തെങ്കിലും പറഞ്ഞോ, ആന്തർ ഉസ്താദ് അങ്ങനെ മറ്റേ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഇല്ല എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം. കാന്തപുരം ഇപ്പൊ റോട്ടിൽ കൂടി ഇങ്ങനെ വരികയാണ്, മൂപ്പരോട് വരികയാണ്, മൂപ്പരോട് വന്നിട്ട് വെള്ളം കുടിക്കാൻ കയറി. നമ്മൾ ആ ഉസ്താദെ അസ്സലാമു അലൈക്കും, എന്തൊക്കെ വർത്താനം? വഅലൈക്കും അസ്സലാം. എന്നോട് സലാം മറക്കിക്കണം കേട്ടോ. ആരറിയോ? ഷെയ്ഖുന മഅദിൻ നടത്തണ, മഅദിൻ എന്ന് പറഞ്ഞ ആ വലിയ സ്ഥാപനം നടത്തണ തങ്ങളില്ലേ, ഞങ്ങൾ ആസ്പത്രിയിൽ വന്നിരിക്കെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ അത് കൈയൊക്കെ പിടിച്ച് സലാം പറഞ്ഞു. മൂപ്പർക്ക് എന്റെ കോലം കണ്ട് മനസ്സിലായി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല സലാം അടക്കാൻ, എല്ലാവർക്കും പേടി തൊട്ട അശുദ്ധാവുമെന്ന്. ഞാൻ ഇങ്ങനെ കൈയൊക്കെ കുട്ടിപ്പിടിച്ചാണ് കൊണ്ടുവന്ന് ഉള്ളിക്ക്. കാരണം മൂപ്പര അവിടെ നിർത്തിയാൽ ആൾക്കാർ ഉമ്മച്ചില്ലാതാക്കും, ഉള്ളിക്കൊണ്ടേ കാഷ്വാലിറ്റിയുടെ ഉള്ളിക്കൊണ്ടേ. ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന്, നമ്മളൊന്നും കാണുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സംഘടനക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ കളിക്കണം. വ്യക്തിപരമായി നമുക്കാരോട് ദേഷ്യമില്ല വിൽക്കറിയാം, നമ്മളാണ് ശരിക്കും റൂട്ട് കൂടി പോകണമെന്ന് വിൽക്കറിയാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു തോന്നല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഹുസൈൻ കോയ മടവൂരിനോടൊരു ദേഷ്യമില്ല, അവരുടെ അനുയായികളോടൊരു ദേഷ്യമില്ല. വ്യക്തിപരമായില്ല, ആദർശപരമായുള്ളൂ. ഈ ആദർശപരമായി നമ്മൾ നോക്കുമ്പോൾ ഓൽക്കും പിഴവ് കണ്ടു. എന്താ പോലെ പിഴവ്? പോലെ പിഴവും തൗഹീദ് തന്നെ അടിസ്ഥാനമായിട്ട് സുന്നത്തിലും. പഠിച്ചോനെ, മടവൂരികൾക്ക് തൗഹീദിൽ പിഴവോ? അതെ, തൗഹീദിന്റെ 3 ഇനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിഭജിച്ചത്. ആർക്കെങ്കിലും ഒരു വാദം ഉണ്ടാവും, അത് നിങ്ങൾ ഇബ്നു തൈമിയ കൊണ്ടുവന്നാൻ അല്ല, ഹിജറ 200 ശേഷം വരെ വന്ന ഡെഫിനിഷനാ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഇവിടെ വിമർശിക്കണേ, നമുക്ക് പിന്നെ നിർവചനം ആരാ കൊണ്ടുവന്നവരെ പറഞ്ഞുതരാം. ഏത്? തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇതില് മടവൂർ വിഭാഗത്തിന് പഴിച്ചത് അടിസ്ഥാനപരമായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലാണ്. നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. കാരണം എന്താ? യൻസിലു റബ്ബുന തബാറക വതആല, അള്ളാഹു എല്ലാ ദിവസവും അവസാനമാകുമ്പോ, രാത്രിയുടെ അന്ത്യയാകുമ്പോ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഹദീസ് എത്ര സഹീഹാന്നറിയും. 2 ആളാണ് ഈ ഹദീസിനെ കളിയാക്കി. ഒന്ന് നമ്മുടെ ശൈഖുന നാദാപുരം കുറ്റ്യാടി ഭാഗത്ത് തമ്പടിച്ച പേരോട് ഉസ്താദ്. 2ാമത്തെ ആളാണ് മടവൂരികൾ. 2 കൂട്ടർ ഈ വിഷയത്തിൽ ഒന്നാ. എന്താ? 2 കൂട്ടരും പറഞ്ഞു, എന്ത്? അള്ളങ്ങനെ ഇറങ്ങാൻ നിന്നാ പിന്നെ എപ്പോഴാ കേറുക? പരിഹസിച്ചു അള്ളാന്റെ ഇറക്കത്തെ, നുസൂലിനെ പരിഹസിച്ചു. മടവൂരികൾ പരിഹസിച്ചു നുസൂലിനെ, നിഷേധിച്ചവര്. ഏതുവരെ നിങ്ങള് സാക്ഷാൽ ഇപ്പൊ ലാസ്റ്റ് സംവാദത്തിന് ഒളിച്ചോടിയില്ലേ? ആര്? ഹദീസിന്റെ മുഹദ്ദിസായ ഏഷ്യയിലെ ഏറ്റവും വലിയ മുഹദ്ദിസ് അൽബാനിയൊക്കെ കണ്ട സുജൂദ് ചെയ്യും മൂപ്പരെ. ആജാദി മുഹദ്ദിസ്. വ്യക്തിപരമായി പറയല്ലോ, എന്റെ അമ്മ ഒരിക്കൽ കണ്ടപ്പോ ഇയാൾ എന്തായാലും നായന്മാരമാരി താടിയും കൂടി ഇല്ലാത്ത ഉമ്മ പറഞ്ഞു ഏതാ. കാരണം മൂപ്പര് ചേകന്നൂരിയാന്നുള്ളത് പിന്നല്ലേ നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നിപ്പോ മനസ്സിലായി, അയാൾ പച്ച ചേകന്നൂര് തന്നെയാണ് മോനെ. ഉമ്മക്ക് മനസ്സിലാക്കണം ഇപ്പോ ചേകന്നൂരിസത്തിന്റെ തനിപ്പകർപ്പ്. ആര് വരെ ഇറങ്ങും? മരിച്ചുപോയ ആളെ പറ്റി പറയാൻ പാടില്ല. മരിച്ചുപോയ മങ്കട അസീസ് മൗലവി വരെ ചേകന്നൂരിസത്തിന്റെ ഏജന്റ് ആയിരുന്നു എന്ന് ഇപ്പൊ അടുത്ത് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ അടുത്ത് ഇരിക്കട്ടെ, ആരെയും കുറ്റം പറയല്ല, ഇതൊക്കെ ഉള്ളത് തന്നെ പറയണത്. ഇനിയോ ഓൽക്ക് പരിശോധില്ല. ഇവിടെ ഇറങ്ങിയ അമേരിക്കയിൽ എപ്പോഴാ കയറുക, ഇവിടെ രാത്രിയാകുമ്പോ അവിടെ പകലല്ല, അവിടെ അങ്ങനെ യുക്തിവാദം കൊണ്ടുവരാ. അള്ളാഹ്ക്ക് എന്ത് കാലം, അള്ളാഹ്ക്ക് എന്ത് സമയം അല്ലേ? ഞമ്മക്കല്ലേ ഇതൊക്കെ ഉള്ളത്. എന്നിട്ട് പടച്ചോനെ കളിയാക്ക. ഇവർക്ക് പഴിച്ചതും തൗഹീദിന്റെ ഈ ഇനത്തിലാ. ശരി, ഇപ്പൊ എന്റെ നേരത്തെ എന്റെ രക്ഷിതാവ് കുറെ സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈകാരികത, ഇത്ര സീനിയറായി പുറത്തൊരു പ്രവർത്തകൻ, അള്ളാഹു
കൂടുതൽ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തെ നമ്മളെയൊക്കെ. പ്രവർത്തിക്കാൻ ഇസ്സത്തോടെ ഈ പ്രായത്തിലുള്ള ചുറുചുറുക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എനിക്ക്. നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടറിയോ? ദീനിനുള്ള മഹബത്ത് അല്ലാതെ ആ വാക്കുന്ന് വേറൊന്നും നമ്മൾ കാണണ്ട, തെറ്റിദ്ധരിക്കും. ഇയാൾ എന്ത് ഇപ്പൊ പപ്പ പറയണമെന്ന് വിചാരിക്കണ്ട. അത് ദീനിനോടുള്ള മഹബത്തോണ്ട് ഉള്ളുന്ന് പുറത്തു വരുന്നതാ. ആ സങ്കടവും വിഷമൊക്കെ ഓരോ പ്രവർത്തകനുണ്ട്. ഈ സങ്കടം വിഷമം എന്താ? നിങ്ങളെ ഹുങ്കെന്താ? ഈ മൂന്നക്ഷരത്തിന്റെ അധികാര കസേര, ആ അധികാര കസേര ആഗ്രഹിച്ച കുറെ ഒരു കൂട്ടം. ഈ കൂട്ടം മാത്രമല്ലോടെ തൗഹീദില്ല. ഒരാൾ പ്രസംഗിക്കുക, സർവമത പണ്ഡിതൻ, എവിടെ? കുവൈത്തില്. എന്നിട്ട് പിന്നെ അത് ലേഖനമാക്കി. എന്താ ലേഖനത്തിലുള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് മാത്രം ഇസ്തിആന എന്ന വിഷയത്തിൽ ആലമുശ്ശഹാദയിലുള്ള മനുഷ്യവർഗത്തെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. തൗഹീദിൽ മനുഷ്യനെ പടച്ചവനോട് പങ്കുചേർത്ത മനുഷ്യനെ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇസ്തിആനയിൽ അഖലാനികൾ പങ്കുചേർത്തു മനുഷ്യനെ കൊണ്ടിട്ട്. നിങ്ങൾ ആലോചിച്ചേക്ക്, ജിന്നിനെ മലക്കിനൊന്നുമല്ല, നമ്മൾ തന്നെ കൊണ്ടേ പങ്കുചേർക്കുക. പടച്ചോന് മാത്രമുള്ള ഇസ്തിആനയില് നമ്മളും കൊണ്ടേ പങ്കുചേർത്തു. ഈ ഖുറാഫികളെക്കാൾ അത് പതിച്ചുപോയി, സമസ്തക്കാരെക്കാൾ അത് പതിച്ചുപോയി. എന്നിട്ട് നമ്മളോട് പറയാ, കണ്ടോ തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന്. നമ്മളോട് പറയാ, നിങ്ങളെ തൗഹീദ് വിശുദ്ധിയില്ല, വിമോചനമില്ല. നിങ്ങൾ തൗഹീദിന്റെ കോലയെ പോയി പറഞ്ഞത് എന്താ കോലം? അള്ളാഹുവിന്റെ ഇസ്തിആനത്തിൽ നിങ്ങൾ പങ്കുചേർത്തു മനുഷ്യനെ. തൗഹീദ് പൊളിഞ്ഞുങ്ങളെ. വെറുതെ റസൂലുള്ളാഹിന്റെ ഹദീസ് ശിർക്ക് ആരോപിച്ച് ശിർക്ക് പോയ കഥയെ പോയി പറഞ്ഞു. ശിർക്ക് ആരോപിച്ച് ശിർക്ക്. നീ എന്തൊക്കെ കാണാൻ പോണ പഠിച്ചോനെ ദുനിയാവില് കാണാൻ പോണ പോരാ. അമീർ എഴുതിയ മാതിരി ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. എന്തൊക്കെ കാണാൻ പോണ ഇവിടെ? ശിർക്ക് മാത്രല്ല, പച്ച ഹദീസ് നിഷേധികളാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളത്. നേരെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോ ദുനിയാവിലൊക്കെ മനസ്സിലായില്ലേ? നമ്മളെ സമസ്തക്കാരൊക്കെ എത്ര ബെറ്ററാ ഞങ്ങൾ കരുതി. സാധുക്കൊക്കെ അറിയാഞ്ഞിട്ടാ. മനസ്സിലാക്കി കൊടുത്തോലെ തിരുത്തിക്കോളും. ഇപ്പൊ ഇരിക്കണം നമ്മളൊക്കെ സമസ്തന്ന് പോകുന്നതല്ലേ? അതെ, ഞാനൊരു മുസ്ലിയാരായിരുന്നു, ഒരു കുട്ടി മുസ്ലിയാർ. എന്റെ വാപ്പ മുസ്ലിയാരാ, വല്യാപ്പി മുസ്ലിയാരാ, അറിയപ്പെടുന്ന മുസ്ലിയാക്കന്മാരുടെ നാട്ടിലെ. മരിച്ചുപോയി രണ്ടാളും. അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ മൗലവിയായിട്ട് നടക്കാൻ പറ്റിയ, അല്ലെ ഓലെന്നെ തച്ചുമല്ലോ. ആലോചിച്ചോക്കെ നിങ്ങള്. ഞങ്ങൾ അവിടുന്ന് വന്നതാ. ഈ ഇരിക്കണ ഒരു ഭൂരിപക്ഷം അവിടുന്ന്. ഇതോ ആരും ഉമ്മ പ്രസവിക്കുമ്പോ മുജാഹിദാരൊന്നും ഇവിടെ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. വളരെ കുറച്ചാളേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ? ഹക്ക് ഇന്നതാന്ന് മനസ്സിലായിട്ട് പോകുന്നവരാ. ഞങ്ങൾ അധികാര കസേര കണ്ടു പോകുന്നതല്ല. മഹലിന്ന് പുറത്താക്കിയിട്ട് ഞങ്ങൾ പോകുന്നത് ആദർശത്തിന് വേണ്ടിയാ. ജ്യേഷ്ഠനെ വിട്ടതും അനുജനെ വിട്ടതും ഭാര്യനെ വിട്ടതും, ഭാര്യനെ വരെ ഒഴിവാക്കിയ ആളുകളുണ്ടാവും. ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. ഈ ത്യാഗമൊക്കെ സഹിച്ചത് ഈ തൗഹീദിനാ. എന്നിട്ട് ഞങ്ങളെ നെഞ്ചത്തോക്കി പറയാ, ഞങ്ങളെ മുഖത്തോക്കി പറയാ, നിങ്ങളത് പഴച്ചു. നിങ്ങൾക്കിപ്പോ വിളിച്ചു പ്രാർത്ഥിക്കണ പലരോടല്ലേ? എന്നിട്ട് അവസാനം പറഞ്ഞു എവിടെ എത്തിയോ? മലക്ക് അള്ളഹാനോട് ചോദിക്കണോടത്തോ മനുഷ്യനോടും ആക്കാന്നല്ല, അള്ളഹാനോട് മാത്രമുള്ള ഇസ്തിആനയില് മനുഷ്യനെ കൊണ്ടാണ് തിരികെ. ആരതാ അവിടെ പൊളിഞ്ഞത്? നമ്മളതാ. ഞങ്ങൾ ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരെയും ഇസ്തിആന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളടത്ത് മലക്കിനോട് ചോദിക്കുക, അമ്പിയാക്കളോട് ചോദിക്കുക, ഔലിയാക്കളോട് ചോദിക്കാറില്ല. ഒരിക്കൽ പറഞ്ഞില്ലേ? ഇതാ എന്റെ മൊബൈലിനകത്ത് ഇപ്പോഴും ഉണ്ടാ ക്ലിപ്പ്, ഇപ്പോഴും ഉണ്ട് സാധനം. എന്താ അറിയോ? ഏത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. ഇന്ന് വരെ മുജാഹിദുകളെ പഠിപ്പിച്ചെന്താ? അഹ്ലുസുന്ന പഠിപ്പിച്ചെന്താ? അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച പോലെ കേൾക്കൂല. ഇമാം ഖുർത്തുബിയുടെ ഇബാറത്താ ഉദ്ധരിച്ചത്. എന്ത്? അൽ അംബിയാഇ വൽ മലായികതി വജ്ജിന്നി വശയാത്തീൻ. ഈ നാല് കൂട്ടരും കേൾക്കൂല. മൂപ്പര് പറയാ കേൾക്കും ഒരുത്തം. ആരെ കൂട്ടരെ പൊളിഞ്ഞത്? ആരതാ പൊളിച്ചത്? എന്തൊക്കെയാ പറയണെന്ന് ഇപ്പൊ ഒരു എത്തും പിടിയില്ലാതേക്കണം. ഒരെത്തും പിടിയില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ എവിടുക്കപ്പോൾ എത്തിയത്? നിങ്ങളൊക്കെ പഴവ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലാണ്. ഇയാളും മരിക്കുമ്പോ പറയണത് അറിയോ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ. അല്ല പറയില്ലടോ, മരിക്കണ വരെ തോന്നിയ ദിവസം കളിച്ചിട്ടപ്പോ മരിക്കാൻ നേരത്തെ നന്നാക്കാൻ നോക്ക, നടക്കൂല. മരിക്കാൻ മലക്ക് റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ നന്നായിക്കോളാന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് ഇപ്പൊ നന്നായിക്കോളി, തൗഹീദുകളേതാക്കിക്കോളി. മരിക്കുന്നതിന് മുമ്പ് കർമ്മങ്ങളിൽ ബിദ്അത്തുകൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചോളി. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആരാധന രീതികളല്ലാത്ത മറ്റൊരു ആരാധന രീതി സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെ പറ്റി മരണത്തിന് മുമ്പ് ബോധ്യം വന്നോട്ടെ. എന്തിനറിയോ? മരിച്ചാ പിന്നെ നടക്കൂല, മരിച്ചാ പിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ചോക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ സ്വഭാവരംഗം, സാമ്പത്തിക രംഗം, ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ദാമ്പത്യ മേഖല, ആ കൂട്ടത്തില് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറയുന്ന മുമ്പ് ഞാൻ ഒരു വാക്കിന്റെ അവിടുന്ന പോകുന്നത് അനിസ്ലാമികമായ അവിഹിതമായ ജീവിതം. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം.
സഹോദരങ്ങളെ, ഇതൊക്കെ മരണത്തിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതുവരെ ഞാൻ പറഞ്ഞു, ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും കയ്യും കാലും കണ്ണും കാതും ഒക്കെ വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്റെ വകയിൽ കേട്ടോ. നോക്കണേ നിങ്ങള്, ഈ മനുഷ്യരാശി പരലോകത്ത് വരുന്ന ഒരു അവസ്ഥാവിശേഷം കൂടിയുണ്ട്. അതും കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആര്? മനുഷ്യരൊക്കെ പരലോകത്തെത്തും, നരകത്തിലെത്തും. മനുഷ്യരൊക്കെ കുറ്റവാളികളൊക്കെ. അല്ലാഹു പറയാ, وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചുകൂട്ടുകയും എന്നിട്ട് അവരെ തെളിച്ചുകൂട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം അത് വല്ലാത്തൊരു ദിവസമാണ്. ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ അവരവിടെ നരകത്തിങ്കൽ ചെന്നാൽ അവരുടെ കാലും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. തങ്ങളുടെ തൊലികളോട് അവർ പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ വഹുവ ഖലഖകും അവ്വല മർറ വഇലൈഹി തുർജഊൻ. തൊലികൾ പറഞ്ഞു പോകും, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതവനാണല്ലോ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഖുർആൻ പറയാ, وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. നിങ്ങളുടെ കാതുകളോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ കൈകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ അവയിൽ നിന്ന് ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ കാത് നിങ്ങൾക്കെതിരായി വരുമെന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഹറാമ് കേൾക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്കെതിരായി വരുമെന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഹറാമ് കാണാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൈ നിങ്ങൾക്കെതിരായി വരുമെന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഹറാമിനെ സ്പർശിക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ തൊലി നിങ്ങൾക്കെതിരായി വരുമെന്ന് കരുതി ആ തൊലി കൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തു പോയോ? നിങ്ങളുടെ കാല് നിങ്ങൾക്കെതിരായി വരുമെന്ന് കരുതി ആ കാല് കൊണ്ട് നിങ്ങൾ ഹറാമിലേക്ക് നടന്നു പോകാതിരുന്നോ? കണ്ണും കാലും തൊലികളും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവന് അവനവനെതിരായി വരുന്നൊരു വല്ലാത്ത ദിവസത്തെ പറ്റി പടച്ച റബ്ബ് പറയാ. എന്നിട്ട് റബ്ബ് പറയാ, വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. എന്നാലോ നിങ്ങൾ വിചാരിച്ചു പോയതെന്താ? മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയതെന്തോ? നരകത്തിന്റെ അവകാശികളെ നിങ്ങൾ വിചാരിച്ചു പോയതെന്താ? നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അള്ളാഹു അറിയില്ല എന്നതാ. പടച്ചറബ് കാണില്ല എന്ന് കരുതിയിട്ടല്ലേ സിനിമ കണ്ടുപോയത്? പടച്ചറബ് കാണില്ല എന്ന് ചിന്തിച്ചിട്ടല്ലേ അന്യപെണ്ണിനെ നോക്കിപ്പോയത്? പടച്ചറബ് അറിയില്ല എന്ന് കരുതിയിട്ടല്ലേ ഹറാമ് പ്രവർത്തിച്ചു പോയത്? അള്ളാഹു എന്നെ കൊണ്ടുവരുമെന്നും എന്നെ വിചാരണ ചെയ്യുമെന്നും കരുതാത്തത് കൊണ്ടല്ലേ ഹറാമ് ചെവിയിൽ കേട്ടുപോയത്, വൈബത്ത് പറഞ്ഞു പോയത്, വൈബത്ത് ചെവിയിൽ ശ്രദ്ധിച്ചു പോയത്, ഏഷണിയും പരദൂഷണവുമായി ജീവിച്ചു പോയത്, കൈകൊണ്ടും കാലുകൊണ്ടും വൃത്തികേട് ചെയ്തു പോയത്. ഇതൊക്കെ അള്ളാഹു അറിയില്ല എന്ന് കരുതിയിട്ടല്ലേ. വദാലികും ലന്നകുമുല്ലദീ വലൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ. അതത്രേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പറ്റി ധരിച്ചു വെച്ച തെറ്റായ ധാരണ. ആ ധാരണ നിങ്ങൾക്ക് നാശം വരുത്തി. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരായി തീർന്നു. പടച്ചവനെ പറ്റി മനുഷ്യരാശി വിചാരിച്ചു പോയതാ ഹറാമ് ചെയ്തപ്പോ റബ്ബ് കാണില്ലെന്ന, ഹറാമ് പ്രവർത്തിച്ചപ്പോ റബ്ബ് കാണില്ലെന്ന, ഹറാമ് പറഞ്ഞപ്പോ റബ്ബ് കാണില്ലെന്ന, ഹറാമിൽ ജീവിച്ചപ്പോ പടച്ചവൻ കാണില്ലെന്ന നിങ്ങളുടെ ആ ചിന്തയാണ് നിങ്ങൾക്ക് നാശം വരുത്തിയതെന്ന് പടച്ച റബ്ബ് പറയാ. ഞാൻ ആലോചിച്ചു പോവുകയാ, എന്തേ ഇന്നും മനുഷ്യര് ഹറാമിന്റെ ലോകത്ത് ജീവിക്കാൻ കാരണക്കാരായി തീരുന്നത്? അള്ളാഹു പറയാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവരങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. ഈ ദുനിയാവിൽ അവരങ്ങ് സംതൃപ്തിപ്പെട്ടു പോയത് കൊണ്ടാ. എനിക്കെന്റെ ഭാര്യ മതി, എനിക്കെന്റെ ഭർത്താവ് മതി, എനിക്കെന്റെ മക്കൾ മതി, എനിക്കെന്റെ സ്വത്തും വീടും കുടുംബവും വാഹനങ്ങളും ബിസിനസ്സും മതി, എനിക്ക് ഈ ദുനിയാവിൽ കാണുന്ന സംവിധാനങ്ങൾ മതി. പടച്ചവന്റെ ദീൻ എനിക്ക് ബാധകമല്ല, നിസ്കാരം എനിക്ക് വേണ്ടതില്ല, നോമ്പിനോട് എനിക്ക് പ്രതിപത്തിയില്ല, സകാത്തിന്റെ വിഷയത്തിൽ എനിക്കൊരു താല്പര്യവുമില്ല, പടച്ചറബ് വിലക്കിയതിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു പേടിയുമില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടതിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ല.
ഈ ഒരു ചിന്ത നോക്കണേ, നിങ്ങൾ ദുനിയാവിലങ്ങ് തൃപ്തിപ്പെട്ടു പോയി. എന്നിട്ട് റബ്ബ് പറയാ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരായി കഴിയുകയും ചെയ്തവരാരോ, പടച്ചറപ്പിന്റെ ആയത്തിന്റെ ശിർക്ക് ചെയ്യരുതെന്ന്, റസൂലുള്ളാഹിന്റെ വചനമുണ്ട് ശിർക്ക് ചെയ്യരുതെന്ന്, എന്നിട്ടും അവർ ശിർക്ക് ചെയ്തു പോയി. അല്ലാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചു പോയി, റബ്ബല്ലാത്തവരോട് അവർ ഇസ്തിഗാസയും ഇസ്തിഗാനത്തും നടത്തിപ്പോയി, പടച്ചവനില്ലാത്തവരെ അവർ ഭാരമേൽപ്പിച്ചു പോയി, റബ്ബല്ലാത്തവരുടെ പേരിൽ അവർ ബലി സമർപ്പിച്ചു പോയി, പടച്ചവന്റെ പേരിലല്ലാതെ അവർ സത്യം ചെയ്തു പോയി, പടച്ചവന്റെ പേരിലല്ലാതെ മുഹീദ്ദീൻ ശൈഖിന്റെയും അമൃതങ്ങളുടെയും മഹാന്മാരുടെയും പേരിൽ അവർ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു പോയി, പടച്ചറപ്പ് നിരോധിച്ച ശിർക്കൻ വാചകങ്ങൾ മുഴുവൻ അവർ പ്രവർത്തിച്ചു പോയി, പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവരങ്ങ് കടന്നുപോയി. അള്ളാന്റെ ദൂതര് കാണിച്ച നിസ്കാരമല്ല അവരുടെ നിസ്കാരം, റസൂൽ പഠിപ്പിച്ച നോമ്പല്ല അവരുടെ നോമ്പ്, റസൂൽ പഠിപ്പിച്ച ഹജ്ജല്ല അവരുടെ ഹജ്ജ്, റസൂൽ പഠിപ്പിച്ച കർമ്മങ്ങളല്ല അവരുടെ കർമ്മങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു പോയ സ്വലാത്തല്ല അവർ ചൊല്ലിപ്പോയ സ്വലാത്ത്, റസൂൽ പഠിപ്പിച്ച ദിക്റല്ല അവർ ചൊല്ലിപ്പോയ ദിക്റുകള്, റസൂൽ പഠിപ്പിച്ച ദാമ്പത്യ ജീവിതമല്ല അവർ നയിച്ച ദാമ്പത്യ ജീവിതം, റസൂല് പഠിപ്പിച്ച ഭർത്താവിനോടുള്ള അനുസരണത്തെ അവരങ്ങ് ഇല്ലാതാക്കിപ്പോയി, റസൂല് പഠിപ്പിച്ച ഭാര്യയോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നതിനെ അവരങ്ങ് തോന്നിയതുപോലെ കണ്ടുപോയി. എല്ലാ പ്രവർത്തനങ്ങളും പടച്ചറപ്പ് തൃപ്തിപ്പെടാത്തത്, എല്ലാ പ്രവർത്തനങ്ങളും റസൂലുള്ളാഹി തൃപ്തിപ്പെടാത്തത്. എന്നിട്ട് മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ പറഞ്ഞു പോണ വാക്കാണ് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. പടച്ചവനെ നീ എന്നൊന്ന് തിരിച്ചേക്കണേ നാഥാ, ഇനി ഞാൻ ആയത്തുകളെ സ്വീകരിക്കാനാകാ, ഇനി ഞാൻ ഹദീസുകളെ സ്വീകരിക്കാനാകാ, അല്ലാഹു പറഞ്ഞൊരു വേഷം പുരുഷനായ ഞാൻ സ്വീകരിച്ചോളാനാകാ, എന്റെ 2 ഞെരിയാണിയുടെ താഴെ ഇനി എന്റെ വസ്ത്രത്തെ ഞാൻ വലിച്ചെടുക്കില്ലല്ലോ നാഥാ. അല്ലാഹുവേ അല്ലാഹുവേ നീ നിന്റെ പ്രവാചകനും പഠിപ്പിച്ചു പോയ ദീനിന്റെ വേഷം ഞാനൊരു പെണ്ണെന്ന നിലക്ക് ഞാൻ സ്വീകരിച്ചോളാ പടച്ചവനെ, പറഞ്ഞല്ലാത്തൊരു വേഷവിധാനം ഞാൻ സ്വീകരിക്കില്ല തമ്പുരാനെ, എന്റെ കാല് ഔറത്തായത് കൊണ്ട് ഞാനത് മറച്ചോളാ റബ്ബുൽ ആലമീനെ. കീറിയതും ഇടുങ്ങിയതും ലോലമായതുമായ ചുരിദാറുകളും മറ്റ് അനിസ്ലാമിക വേഷങ്ങളും ഞാൻ ധരിക്കാതിരുന്നോളാ പടച്ച റബ്ബേ. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മനുഷ്യരാശി പടച്ചോനോട് എണ്ണി പറയും, അല്ലാഹുവേ ഞാൻ നല്ല ചെയ്തോളാ, ഞാൻ നല്ലതിലേക്ക് വന്നോളാ, ഞാൻ മടങ്ങിക്കോളാ, ഞാൻ നന്നായിക്കോളാ, എന്നൊന്ന് തിരിച്ചയച്ചാ മതി റബ്ബേ. കൂട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മരണം ഒരു ഒടുക്കമായിരുന്നെങ്കിൽ നമുക്ക് സമാധാനിക്കായിരുന്നു. ഒരിക്കലും മരണം ഒരു ഒടുക്കല്ലല്ലോ, അല്ലല്ലോ. ആ മരണപ്പെട്ട വ്യക്തിയെ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുപോകും അല്ലേ? മനുഷ്യര് മയ്യത്ത് ഖബറിലും കൊണ്ടേക്കുതാ. ഈ കാണുന്ന അരിക്കുചാലിന്റെ അത്രയും കൂടി വീതി ഉണ്ടാവില്ല, ഇല്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഹറാമ് ചെയ്തതും കള്ളുടിച്ചതും തോന്നിവാസം പറഞ്ഞതും ഒക്കെ നല്ല ജീവിതത്തിന് വേണ്ടിയാ, ദുനിയാവിൽ സുഖിക്കാൻ വേണ്ടിയാ. ഈ സുഖമൊക്കെ നാശാന്ന് മനസ്സിലാവും ഈ ഖബറിൽ മരിച്ചോടുകൂടി ഖബറക്കണെത്തുമ്പോ. ഈ മരണം തന്നെ 2 മുഖമുണ്ടെന്ന മരണത്തിന്. ഞാൻ അവസാനിപ്പിക്കണ കുറച്ച് കാര്യം, എന്തിന്? തസ്കിയത്തിന്, നന്നാകാൻ വേണ്ടി മാത്രം. പ്രസംഗത്തിന് ചൊറുക്കുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താനല്ല കേട്ടോ. ജഡ്ജ്മെന്റിനാണെങ്കിൽ ആരും ഇവിടെ ഇരുന്നോളന്നില്ല, നിയമമില്ല. ഞാനതിന് അശക്തനാ. കാരണം ഇവിടെ പ്രസംഗിക്കേണ്ട ആളായിട്ട് ഒരിക്കലും ഇന്ന താരതമ്യപ്പെടുത്തരുത്. 2 2. ഞാൻ അശക്തനാണ്, അതിന് എനിക്ക് കഴിയില്ല. അള്ളാഹു തന്ന തൗഫീക്ക്, അതുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട്, എന്തറിയോ? നിങ്ങൾ ആരാണെങ്കിലും ഏത് സംഘടനയുടെ ആളാണെങ്കിലും മരണത്തിന്റെ 2 അവസ്ഥ ഉണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുക. 2 മുഖമുണ്ട് മരണത്തിന്. എന്തുകൊണ്ട് ഈ 2 മുഖം ഉണ്ടായതറിയോ? ജീവിച്ചപ്പോ 2 മുഖം സ്വീകരിച്ചോണ്ടാ. അള്ളാഹനെ തൃപ്തിപ്പെട്ട് മരണപ്പെട്ടു പോയാളെ മുഖം മരിക്കണ ആളെ അവസ്ഥയും അള്ളാഹു തൃപ്തിപ്പെടാതെ മരിക്കണ ആളെ അവസ്ഥ 2 2. നിന്റെ വകയല്ലേ അള്ളാന്റെ വക. 16-ാം അധ്യായം സൂറത്ത് നഹലിന്റെ 32. പടച്ചോൻ പറയാ, അള്ളാഹ് പറയാ, റസൂൽ ഓതിത്തര സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിന്റെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ അങ്ങനെ ഓതി കേൾപ്പിക്കപ്പെടാ. സഹാബികൾ പറയാ, എന്ത് രസാറിയോ, അള്ളാന്റെ റസൂലിന്റെ ഓത്തിനോളം നല്ലൊരു ഓത്തില്ല എന്നാ. റസൂലുള്ളാന്റെ ഓത്തിനോളം നല്ലൊരു ഓത്തില്ല. റസൂലുള്ളാന്റെ കയ്യിന്നിങ്ങനെ മുസാഫത്ത് ചെയ്യുമ്പോ ആ പട്ട് പോലെ തോന്നിപ്പോ. ഇതൊക്കെ റസൂലിന്റെ മഹത്വ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വെച്ചോളി. നമുക്ക് 2 മാസം കഴിഞ്ഞാൽ വരാൻ പോവാ മഹബത്ത് റസൂലിനെ പറ്റി ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ. ഇപ്പൊ തന്നെ ഞാൻ പറയാ, എല്ലാ കൊല്ലത്തിൽ 1 മാസം ചർച്ചകളല്ല, 365 ദിവസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ മുഴു സമയം ചർച്ചയുള്ളത് മഹബത്ത് റസൂൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ ഒരാൾ പറഞ്ഞാൽ മുസ്ലിം ആവൂല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൂടി പറയണം, അപ്പോഴേ മുസ്ലിം ആവൂ.
അള്ളാഹ് മാത്രം മതി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂല. മുത്തു നബിയും കൂടി വേണമെന്ന് പറഞ്ഞാലേ മുസ്ലിം ആവൂ. അള്ളാഹിനെ മാത്രം സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂല. മുത്തു നബി കൂടി സ്നേഹിക്കണമെന്ന് പറഞ്ഞാലേ മുസ്ലിം ആവൂ. ഇത് ഉമ്മത്ത് മുസ്ലിം പഠിക്കേണ്ട വിഷയ, അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച വിഷയ. മനസ്സിലാക്കി വെച്ചോളി, നെഞ്ചിൽ കയറ്റി വെച്ചോളി, തലക്കകത്ത് കയറ്റി വെച്ചോളി, ഹൃദയത്തിനകത്ത് കൊത്തിവെച്ചോളി. അള്ളാഹുവിന്റെ ദീനാണിത്. ഈ ദീൻ ഇതാരും കുത്തകല്ല, ഇതാരും കുത്തകല്ല. നോക്കണേ, നിങ്ങള് പടച്ചോൻ ഇഷ്ടപ്പെട്ട് ജീവിച്ച് മരിച്ചുപോയ ആളില്ലേ, അയാളെ മരണത്തിന്റെ അവസ്ഥ അല്ലാഹു പറഞ്ഞുതരാ. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم سلام عليكم ادخلوا الجنة بما كنتم تعملون. അതായത് നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവര് പറയും നിങ്ങൾക്ക് സമാധാനം. മലക്കുകൾ പറയും മരണപ്പെടുന്നവരോട് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവനും സമാധാനമാണ്. കാരണം എന്തെന്നല്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സമർപ്പിക്കപ്പെട്ടവൻ, സമർപ്പണം, സമാധാനമെന്ന. മുസ്ലിം ആരാണെന്നറിയോ? സമർപ്പിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സമാധാനമാ. ഒരു മുസ്ലിമിന്റെ ജീവിതം സമാധാനമുള്ളതാ. അവന്റെ ദാമ്പത്യ ജീവിതമോ അതും സമാധാനമുള്ളതാ. അവനൊരു ഇണ വേണ്ടേ, ഒരു ഇണ, ഒരു ഭാര്യ വേണ്ടേ, ഒരു ഭർത്താവ് വേണ്ടേ. അതേ, ആ ഭാര്യയും ഭർത്താവിനെയും പറ്റി 30-ാം അധ്യായം സൂറത്ത് റൂമിന്റെ 21-ാമത്തെ വാചകം പറഞ്ഞെന്തറിയോ? ലിതസ്കുനൂ ഇലൈഹാ. ഇണയോടൊത്ത് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടതിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ ആദർശം സമാധാനമാണ്. ഒരു മുസ്ലിമായതോടുകൂടി സമാധാനമാണ് ഉണ്ടാവുക. അവന്റെ ഇണയും അവന് സമാധാനമാണ്. രണ്ടുപേരും കൂടി താമസിക്കുന്ന വീടിനെ പറ്റി പടച്ച റബ്ബ് പറഞ്ഞത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അവന്റെ വീടും ഒരു സമാധാനമാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിനൊടുക്കം ഏതോ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന മരണം, ആ മരണത്തിന്റെ സമയത്ത് പോലും മലക്കുകൾ പറഞ്ഞു പോണ വാക്കെന്തറിയോ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. മരണപ്പെടുന്ന മുസ്ലിമിന്റെ ആ സമയത്ത് ചിന്താഗതിയും സമാധാനപൂർണമാ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ. ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് ബോധ്യമായ ആയത്തല്ലേ. മരണവും ഒരു മുസ്ലിമിന്റെ സമാധാനമാണ്. ഖബറിലെ ജീവിതവും സമാധാനമാണ്. ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചാലോ പരലോകത്ത് ചെല്ലുമ്പോഴും അയാൾക്ക് സമാധാനമാണ്. ലഹും ദാറുസ്സലാം. വേറൊരു ആയത്തിൽ കാണാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളുടെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ആദർശം സമാധാനമാണ്. അവന്റെ ഇണ സമാധാനമാണ്. അവന്റെ മക്കള് സമാധാനമാണ്. അവന്റെ വീടവന് സമാധാനമാണ്. അവന്റെ മരണവും അവന് സമാധാനമാണ്. അവന്റെ ആഖിറവും അവന് സമാധാനമാണ്. നോക്കണേ, നിങ്ങൾ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എന്തെന്നാണ് സ്വർഗത്തിന് വേണ്ടി അയാൾ ദുനിയാവിൽ പ്രവർത്തിച്ചത്? നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി സ്വർഗത്ത് പോയിക്കോളിന. 25 വയസ്സിൽ മരിച്ചുപോയ ആളോട് പറയാ, മലക്കുകൾ പറയാ, അള്ളാഹ് പറഞ്ഞുതരാ. 25-ാമത്തെ വയസ്സിൽ അയാൾ എന്താ ചെയ്ത്? അങ്ങാടി തണ്ടി തിരിഞ്ഞതാ, റോട്ടിൽ തമ്മാടിത്തം കാണിച്ചതാ, രാഷ്ട്രീയ പാർട്ടിക്കാണ്ടി വേണ്ടി ആരാന്റെ അടിവയറ്റി ചെക്കിയതാ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP RSS കളിച്ചതാ, NDF-ഉം പോപ്പുലർ ഫ്രണ്ടും സിമിയും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ കൊട്ടേഷൻ ഗ്രൂപ്പ് ഏറ്റെടുത്തതാ 25 കൊല്ലത്തിൽ ചെയ്തത്. ഓനോടാ ഈ മലക്ക് പറഞ്ഞത്? അല്ല. ഒരാളെയും ഉപദ്രവിക്കാത്തവരോട്, ഒരാളെയും ദ്രോഹിക്കാത്തവരോട്, ഒരാളുടെയും വിരൽക്കൊടി പോലും തെറ്റാത്തവരോട്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി ആരാന്റെ അടിവയറ്റിൽ പിച്ചാത്തി കയറ്റാത്തവരോട്, കൊടിയുടെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയിട്ട് ആരാനെ ചീത്ത പറയാത്തവരോട്, തെരുവോരങ്ങളിൽ ഉമ്മത്ത് മുസ്ലിമയിൽപ്പെട്ടവരെ അപഹസിക്കാത്തവരോട്, അവരോട് പറയാ എന്ത്? അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്ത് പോയിക്കോളിയും. സ്വർഗത്തേക്ക് പോകാനുള്ള പ്രവൃത്തി ചെയ്തവരോട്, യുവാവിനോട് പറയാ. കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ പണിയേറ്റെടുത്ത മുസൽമാനോടല്ല. ഇന്നങ്ങനെയാണ്. ഇടത് ചുവപ്പിന് വേണ്ടി കൊട്ടേഷൻ, പച്ചക്ക് വേണ്ടി കൊട്ടേഷൻ. ഇതാ ഈ കാസർഗോഡ് ജില്ലയിൽ ചെമ്മനങ്ങാട് എന്ന് പറഞ്ഞ സഅദിയ കോളേജ് നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറം, വളരെ കുറച്ചപ്പുറം, അവിടെ ഈ ഉള്ളവൻ പ്രസംഗിക്കുമ്പോ എന്റെ നേരെ വന്നത് 6-7 ചീഞ്ഞ മുട്ടയാ. പുഴുങ്ങിയതുണ്ടെന്നാ കേട്ട്, പുഴുങ്ങിയതുണ്ട്.
അൽഹംദുലില്ലാ സ്വീകരിച്ചു. പഠിച്ചോനെ ഒരു മുട്ടെങ്കിലും വന്നല്ലോ, ഇനി ഇവിടെ അറിയണവരുടെ എറിഞ്ഞോളൂ. അൽഹംദുലില്ലാ സ്വീകരിക്കാൻ തയ്യാറാ. അള്ളാന്റെ ദീന്റെ മാർഗത്തില് മരിക്കാനും താല്പര്യം ദീന്റെ മാർഗത്തിൽ. കാരണം മരക്കള് പറയുന്ന വാക്കുതല്ലേ. നിങ്ങൾ ആലോചിക്കണം, എറിഞ്ഞതാരെന്നറിയോ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണോ എന്റെ വാപ്പയും ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്, അതേ രാഷ്ട്രീയ പാർട്ടി, ഹരിതക്കൊടി പാറിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ. ഞാൻ തുറന്നു പറയാത്, എനിക്ക് ദീനുള്ള രാഷ്ട്രീയമല്ല, ഇസ്ലാം പഠിപ്പിച്ചൊരു രാഷ്ട്രീയം എനിക്കുണ്ട്. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാനാ? അല്ല, നരകം കിട്ടാൻ. നരകം അതുകൊണ്ട് കിട്ടാ. നിങ്ങൾ ആലോചിക്ക്, മുസ്ലിമിനെ ദ്രോഹിക്കാം. ഓനോട് പറയുന്ന വാക്കല്ലത്. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചവരോട് മാലാഖമാര് പറഞ്ഞു പോണ വാക്കാണ് ഈ വാക്ക്. രാഷ്ട്രീയക്കാരന്റെ പിടിയാനുകളായി ജീവിക്കുന്നവരോട് പറഞ്ഞ വാക്കല്ല, കൊട്ടേഷൻ സംഘത്തിന്റെ ആളോട് പറഞ്ഞ വാക്കല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ പടനായകരോട് പറഞ്ഞു പോണ വാക്കാ. ഇന്ന് രാവിലെ മാഹിയിൽ ക്ലാസ് എടുത്തപ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, സഹാബത്തിന്റെ പേര് വെക്കുമ്പോ എന്ത് പറയണം? റളിയല്ലാഹു അൻഹും. കാരണം അല്ലാഹ് പറഞ്ഞതാ, റളിയല്ലാഹു അൻഹും വറളു അൻ. ഇതൊക്കെ അഹ്ലുസുന്ന പഠിപ്പിച്ചതാ. ഇതൊക്കെ നമ്മൾ പറയണം. ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഇവറ്റങ്ങൾക്ക് സ്വലാത്തുല്ല തർളിയത്തുല്ല. കാരണം എന്താ അറിയോ? നമ്മളെ കൂട്ടത്തിൽ ആ ചേകനൂരി കാഴ്ചപ്പാടുള്ള കുറച്ച് ടീമിനെ കണ്ടുപോല് നിസ്കരിച്ച ഒരൊറ്റപ്പാച്ചില. നമ്മൾ പുറത്തു പ്രസംഗിക്ക പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. നിസ്കാരം കഴിഞ്ഞിട്ടോ ദ്വയില്ല, ഒന്നുമില്ല, ഓനോട് ഓടുക. ഇവർക്ക് പ്രാർത്ഥന ഇല്ലല്ലേ, ഇവർക്ക് ദിക്റില്ലല്ലേ? ഇത് പറയാവൾക്ക് അവകാശമില്ല കേട്ടോ. ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ച് നിങ്ങൾ എവിടുന്നാ മഗ്‌രിബ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയിൽ നിന്നാണോ? ആണോ? ഞങ്ങൾ ദിക്റിലിട്ടുണ്ടാവും. അതല്ല നമ്മളെ സമസ്തക്കാരെ പള്ളിയിൽ നിന്നാണോ? അള്ളാന്റെ പള്ളി തന്നെ ഓല കീഴിലുള്ളതാണോ? ഞങ്ങൾ മഗ്‌രിബിന് സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലിയിട്ടുണ്ടാവില്ല. ഇന്ന് മഗ്‌രിബിക്ക് സുബ്ഹാനല്ലാഹ് 33 വട്ടം ഇല്ല, സുന്നിപ്പള്ളിക്കലില്ല. അൽഹംദുലില്ലാഹ് 33 വട്ടം സുന്നിപ്പള്ളിക്കലില്ല. അല്ലാഹു അക്ബർ 33 വട്ടം സുന്നിപ്പള്ളി. എന്റെ മഗ്‌രിബിന് മാത്രം കട്ട് ചെയ്തോ? മഗ്‌രിബിനില്ലേ? ആരാ കൂട്ടരെ ഹദീസ് കട്ടത്? ആരാ ദിക്ർ കട്ടത്? ആരാ സ്വലാത്ത് കട്ടത്? ആരാ കട്ടത്? മുജാഹിദീങ്ങളാ? അഹ്ലുസുന്നത്തിന്റെ പുതിയ നായകന്മാരാ? അല്ല. ഞങ്ങളെ ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരത്തിന് 33 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഉണ്ട്. പക്ഷെ നമ്മളെ സുന്നിപ്പള്ളിക്കിരുന്ന് 33 വട്ടം സുബ്ഹാനല്ലാഹ് അല്ല. മുസ്ലിം തിരിഞ്ഞിരുന്നു, ഒറ്റ ദുആ കഴിഞ്ഞു. എന്തേ 33 ഇല്ല? നിങ്ങൾ ചോദിക്കണ നാളെ ഇതെന്താ ഇല്ലാത്തോണ്ടാ? നേരല്ലാത്തോണ്ടാ? മഗ്‌രിബിക്കേഷൻ നേരല്ലേ? ദിക്റല്ലേ? ഇമാം നമ്മള് സാധാരണ പള്ളി ദർസ് പഠിക്കുന്ന പുസ്തകമുണ്ട്. പുസ്തകം എന്ന് മലയാളത്തിൽ പറഞ്ഞാ കിതാബ് എന്ന് പറയാ. എവിടെ? ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണ പുസ്തക. ഏതാ പുസ്തകത്തിന്റെ പേര് അറിയോ? ഏതറിയോ? നമ്മളെ 10 കിതാബ് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ വന്നാ പറയണ അൽഫിയ എന്ന് പറഞ്ഞ ഇങ്ങനെ വന്ന പിന്നെ നമ്മൾ ഫത്ഹുൽ മുഈനിൽ വരെയുള്ള സംഗതി എന്താ? തിരിഞ്ഞിരുന്ന ബാക്കിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ ഇമാം എവിടേക്കാണോ എണീറ്റ് പോണത് അവിടെ ഇരുന്നിട്ട് ദിക്റില്ല മദീന. നമ്മുടെ ഷാഫി മദ്ഹബിലെ പുസ്തകത്തിലേ പഠിപ്പിക്കണത്. നമ്മൾ ഷാഫിയാക്കളാണേലും ഷാഫി മദ്ഹബും നിലവിലെ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആൾക്കാർ തമ്മിൽ എലിയും മലയുള്ള ബന്ധം അന്തണ്ട്. ഒരു ബന്ധമില്ല. ഷാഫി മദ്ഹബ് അംഗീകരിച്ചപ്പോഴാണ് ഞാൻ മുജാഹിദായത്. കാരണം എന്താ? ഷാഫി മദ്ഹബ് ഒരാൾ അംഗീകരിച്ചവൻ 90% മുജാഹിദായി. അള്ളാഹിന് ഹക്കുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അപ്പൊ ഒരു മരണം അങ്ങനെ. രണ്ടാമത്തെ മരണം എന്താ പറയുക നിങ്ങള്? ഈ രണ്ടാമത്തെ മരണമാണ് ലോകത്ത് ഭൂരിപക്ഷത്തിനുള്ള മരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ കൂടിയ മുഴുവൻ ആളുകളെയും പഠിച്ചോക്കാകട്ടെ, നമ്മുടെ അഹ്ലുകാരെയും പഠിച്ചോക്കാകട്ടെ, ഉമ്മത്ത് മുസ്ലിമെ പഠിച്ചോക്കാകട്ടെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്ന ഓരോരുത്തരെയും പഠിച്ചോക്കാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ആമീൻ പറയും കൂട്ടരെ. ഇത് ദിക്റിന്റെ മജ്ലിസാണ്, സ്വലാത്തിന്റെ മജ്ലിസാണ്, ദുആയുടെ മജ്ലിസാണ്, ഇൽമ് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹ് പറയാ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 50-ാമത്തെ വാചകം. 8-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാചകം. എന്റെ വകയല്ലേ, അള്ളാന്റെ വക. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന സമയത്ത് അവരോട് മലക്കുകൾ പറയുന്നതാണ്. മുഖത്തും പിൻവശങ്ങളിൽ അടിച്ചിട്ട് മയ്യത്തിന്റെ മറ്റേ മരിക്കാൻ പോണ ആളെ റൂഹണ് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞ 2 നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, കൂജിന്ന് വെള്ളം ചേർന്നമാരിയും കൊളുത്തിട്ട് പഞ്ഞിന്ന് വലിക്കണ പോലെയും. ഇത് രണ്ടും മനുഷ്യന് വരാനുള്ളതാ. 2 അവസ്ഥ.
ഒന്ന് ആശ്വാസത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ആഹ്ലാദത്തിന്റെയും. എങ്ങനെ? ആശ്വാസത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈ രണ്ടവസ്ഥ ഉണ്ടാവും. കണ്ണുകളൊക്കെ മരിച്ചു. ഇപ്പൊ ഒരാൾ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഞാൻ തന്നെയാണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും മരിച്ചു, കണ്ണൊക്കെ തിരുമ്മി അടച്ചു, കൂടെക്കണ ആൾക്കുള്ള ബാധ്യതയാണ്. പിന്നെയോ വായ തുറന്നു കെട്ടാതിരിക്കാൻ വേണ്ടി തുണിക്കഷ്ണം കൊണ്ടൊക്കെ കെട്ടി. ആരെ? എന്നിങ്ങളി എന്നിട്ടോ എത്ര പെട്ടെന്നാ ഒരു മനുഷ്യൻ മയ്യത്തായി മാറിയത് നിങ്ങൾ ആലോചിക്ക്. ഇന്നലെ നീച്ചടന്ന ആളുതാ ഇന്ന് രാവിലെ മയ്യത്ത്. ഇത് സംസാരിച്ചിക്കണം ഞാൻ ചിലപ്പോ നാളെ രാവിലെ മയ്യത്താ. പക്ഷെ ഈമാനോട് കൂടി നമ്മളൊക്കെ മരിപ്പിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിക്കണം, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. മയ്യത്ത് എത്ര പെട്ടെന്ന് മയ്യത്ത്. ഇനി എന്താ? കുറുക്കനും നായയും മറ്റു വന്യമൃഗങ്ങളൊക്കെ മാന്തിപ്പൊളിക്കാത്ത ആഴമുള്ള ഒരു കുഴിയുടെ 6 അടി മണ്ണിലേക്ക് മനുഷ്യനെ താത്തിച്ചു. എന്നിട്ട് കല്ലിട്ടു. ഇനി നീച്ച് വരണ്ടെന്നിരുന്നു. അവിടെ കിടക്കും വാപ്പ, സ്വത്ത് മൂലമൊക്കെ ഞങ്ങൾക്കുള്ളതാ. വെറുതെ പട്ടിണി നടന്നാലേ, വെറുതെ കഷ്ടപ്പെട്ടില്ലേ വാപ്പാരെ നമ്മള് സ്വത്ത് മൂലക്കോല അടിച്ചു മാറ്റി. എടിച്ച് അവിടെ കിടക്കും, ഞാൻ വേറെ പെണ്ണിട്ടിക്കോളാം. ഓ നിങ്ങളവിടെ കിടന്നോളി, ഞമ്മക്ക് ഇനി വേറെ പുതിയ ആപ്പിള് വരുവോള് അല്ലേ? എല്ലാവരുടെ കൊണ്ടുവച്ച് ആഴമുള്ള കുഴിയിൽ കൊണ്ടുവച്ച് ഖബറിൽ കൊണ്ടുവച്ചു. ആരെ? എന്നെങ്ങളി. നമ്മളെ കണ്ണൂർക്കാരൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു എരഞ്ഞോളി മൂസുണ്ട്, പാട്ടുകാരനാ. മൂപ്പര് ഈ ഒരു രംഗം ഇങ്ങനെ എടുത്ത് പാടുന്ന ഒരു പാട്ടുണ്ട്, ഭയങ്കര രസമാണ്. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും കേറ്റി കൂട്ടിച്ചുമാലതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി അവസാനമുണ്ടൊരു യാത്ര, ഒരു മടക്കവുമില്ലാത്ത യാത്ര. പാട്ടൊക്കെ പാടി കുറച്ച് കഴിഞ്ഞപ്പോ മൂസാക്കാരെ കാണാലോ, മൂപ്പർ റോഡിന്റെ അപ്പുറത്ത് പിപ്പിരിയായിട്ട് കിടക്കുക. കഥയും ചോദ്യം എല്ലാവരുടെ മാതിരി മൂപ്പർക്ക് പാട്ടൊന്നും ബാധകമല്ല. ഞാൻ പണ്ടിങ്ങനെ നമ്മള് ബഹുമാനനെ സമദാനി, അല്ലാ പഠിച്ചവൻ എന്തോ അസുഖം അള്ളാഹു ഷിഫായി കൊടുക്കുമാറാവട്ടെ, അദ്ദേഹം ഇങ്ങനെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പാടുന്നൊരു പാട്ടിന് ഓർമ്മയുണ്ട്. എന്തറിയോ? പരം വിധിച്ചുമ്മ വിട്ടു ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമക്കുണ്ട് നാട്ടില്, കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കും നിങ്ങളുടെ മീതെ വരുന്നതും കല്ലാണ്. ഇളയുമ്മൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാല് അടവാക്കും ഖബർ വിടവാറിനേ. 2-3 പേര് മറന്നുപോയി. രസമായിട്ട് അദ്ദേഹം ഇങ്ങനെ പാടിയൊരു പാട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും കുട്ടിക്കാലത്തുള്ള ആ ഒരു ഗാനം ഓർമ്മയുണ്ട്. മനുഷ്യന്റെ അവസ്ഥ കവികളും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ച് ചിരിച്ചിട്ട് ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ പാട്ട് കേൾക്കണത്? എന്തിനാ പാട്ട് കേൾക്കണത്? നല്ല രസമുള്ള ഒരു പാട്ട് കിട്ടുമെന്ന് പറയാനാ? അല്ല, നമ്മുടെ നാട്ടിൽ സാധാരണ പാട്ട് പാടാൻ എന്തിനാ? ചെറുപ്പക്കാർക്കൊക്കെ പാട്ടില്ല, ചെറുപ്പക്കാർക്കൊക്കെ അറിയുന്ന പാട്ടുണ്ട്. ഇജ എന്റേതല്ലേ, ഞാൻ എന്റേതല്ലേ, സലീന സലീന ശുക്കൂറേ ശുക്കൂറേ. പച്ച പ്രണയലേഖനം പാട്ടാക്കി പാടാം. നമ്മളെ മാപ്പിളപ്പാട്ട് പതൊക്കെയാണ് അല്ലേ? ബസ് കയറിയാലും ബസ്സിലുണ്ടും ബസ് സ്റ്റോപ്പ് ഇങ്ങനെ വൃത്തിയിട്ട പാട്ട്. നല്ല കൂട്ടരെ ഇങ്ങനത്തെ നല്ല ഗാനങ്ങളൊക്കെ ഇസ്ലാം അനുഭവിച്ചിട്ടുണ്ട്. നല്ലത് പടച്ചോനെ പേടിയുണ്ടാക്കണ, ഖബറിനെ ഓർമ്മിപ്പിക്കണ, പരലോകത്തെ ഓർമ്മിപ്പിക്കണ, നന്മയെ പ്രചോദിപ്പിക്കണ നല്ല നല്ല ഗാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ഹലാല. ഞാൻ അങ്ങോട്ട് പോകണില്ല, കയറി ഒരു ലോകത്തേക്ക് എത്തും. അങ്ങനെ മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുക്കണം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂന്റെ 100-ാമത്തെ ഇതിന്റെ ആദ്യത്തെ വാക്ക ഞാൻ പറഞ്ഞത് എന്ത്? ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവർ പുനർജീവിപ്പിക്കപ്പെടുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബർസഖാണ് അവർക്കുള്ളത്. പിന്നുള്ളത് എന്നിട്ട് ബർസഖ് അല്ലേ, അതിനുശേഷം പരലോകം, അങ്ങനെ 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 അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക, സ്വർഗം നരകം, ഓരോ സംഗതികളും. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സില് നമ്മൾ പണ്ട് ബാലരമയിൽ വായിച്ച കുട്ടൂസന്റെയും ഡാഗിരിന്റെയും കഥ പറയണമാതിരി തോന്നുന്നുണ്ടോ? എന്നാ ഈമ അല്ലാത്തോണ്ടാ. ഏതോ മുത്തശ്ശി കഥ കേൾക്കണ പോലെ തോന്നുന്നുണ്ടോ? ഈമ അല്ലാത്തോണ്ടാ.
പഴംപുരാണ് ചർച്ച പറഞ്ഞ പോലെ തോന്നുന്നു. ഈമാനില്ലാത്തോണ്ട അസാത്തീറുൽ അവ്വലീൻ, പഴംപുരാണ കഥ. നബിനോട് പറയാ അസാത്തീറുൽ അവ്വലീൻ, ഇയാളേതോ പഴംപുരാണ കഥ പറയണ മാതിരി ആയത്തോതുമ്പോ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹിയോട് മക്കക്കാര് പറഞ്ഞ പദ. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നാശാണ്, ഉണ്ടെങ്കിൽ നാശാണ്. ഇതൊക്കെ കേട്ടാലും നാളെയും ഇനി തലതിരിയണമെങ്കിൽ അതെന്തുകൊണ്ടറിയോ? ഇതുകൊണ്ടാ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ആയത്ത് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ വാക്കുകൊണ്ടല്ല, അള്ളാന്റെ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 15-ാമത്തെ വാചകം. ഖുൽ, നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് മുത്തു നബിയോട്, ലോകത്തിന്റെ നേതാവിനോട്, ഷഫീഉന ഹബീബുന സയ്യിദുന ത്വാഹ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് പറയാൻ വേണ്ടി പറയാൻ തറിയോ? ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖിയാമത്തിന്റെ നാളിൽ സ്വന്തം ദേഹങ്ങൾക്കും തങ്ങളുടെ ആളുകൾക്കും നഷ്ടം വരുത്തി വെച്ചതാരോ അവരത്രേ തീർച്ചയായും നഷ്ടക്കാർ. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. നാളെ യൗമുൽ ഖിയാമയിൽ പരലോകത്ത് ചെന്നാലേ, മാലിക് യൗമുദ്ദീന്റെ ദിവസം അവിടെ ചെന്നാലേ, ഞാൻ ചെയ്തതൊക്കെ എനിക്കെതിര്, എന്റെ കുടുംബക്കാർ ഓൽക്കും എതിര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം ദേഹത്തിനും തങ്ങളുടെ ആളുകൾക്കും നഷ്ടം വരുത്തി വെക്കുക. വീടുണ്ടാക്കി എനിക്കെതിരെ, കുടുംബത്തിനെതിരെ. മക്കളെ കെട്ടിച്ചു എനിക്കെതിരെ, കുടുംബത്തിനെതിരെ. എല്ലാം അവനവനെതിരായി വരാം. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. തന്നെയുമല്ല, മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കുന്നതാണ്. ആലോചിക്ക്, പരലോകത്ത് നരകം കാണാം, സ്വർഗം കാണാം, ഓരോരോ രംഗങ്ങള്. സ്വർഗം നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന, നരകം വലിച്ചു കൊണ്ടുവരാ. എങ്ങനെ? 70,000 വട്ടക്കണ്ണി. ഇഷ്ടണ്ടാവൂല, ഇത് പറയുമ്പോ ഇഷ്ടണ്ടാവില്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടണ്ടാവൂല. നരക പറയണത്, വരാനുള്ളതാ പറയണത്, ഇഷ്ടമല്ലാത്ത പറയണത്. നമുക്ക് ഇഷ്ടണ്ടാവൂല. ഞാൻ നിങ്ങളോട് ഇഷ്ടമല്ലാത്ത മാത്രമേ പറയുള്ളൂ. ആർക്കും ഇഷ്ടം വേണ്ട, എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാഹു അക്ബർ. നരകം വലിച്ചു കൊണ്ടുവരാ. പടച്ചോനെ എങ്ങനെ? കണ്ടോ, ഈ ഹദീസ് ഖുർആനിനെതിരാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും പച്ച അക്കലാനി ദുർവ്യാഖ്യാനിച്ചുണ്ടല്ലോ, വിഷയമാണ് പറഞ്ഞുതരാന്. അത് സലാസുല്ലമി പറഞ്ഞു അങ്ങനൊന്നുമില്ല, അതൊക്കെ ഇനി ഉണ്ടാവണം. മുഅ്തസിലിയത്തിന്റെ വാദം. സ്വർഗവും നരകം ഇപ്പൊ ഉണ്ട് എന്ന് അഹ്ലു സുന്ന പഠിപ്പിക്കുക. ഇപ്പൊ ഉണ്ട്, നിലവിലുണ്ട്. വന്നാറു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം ഇങ്ങനെ കൊണ്ടുവരും 70,000 വട്ടക്കണ്ണി നരകത്തിന്. ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകൾ. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ വലിപ്പത്ര, മലക്കുകളെ എണ്ണെത്ര. ആ നരകം കൊണ്ടുവരും. മനുഷ്യന്മാരിങ്ങനെ കാണും, വിലപിക്കും, പ്രയാസപ്പെടും. അല്ലാഹു പറയാ, വബുർരിസത്തുൽ ജഹീമു ലിമൻ യറാ, വബുർരിസത്തുൽ ജഹീമു ലിമൻ യറാ. കാണാവുന്നവർക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന നരകത്തെ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസം. അല്ലാഹു അക്ബർ. മുമ്പിൽ വരാനുള്ളതാ, മുമ്പിൽ വരാനുള്ളതാ. പടച്ചോനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാന. നരകത്തിനടുത്ത് വരാത്തവരെ നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല, എല്ലാവരും വരും. അതിന്റെ മുകളിൽ കൂടിയാ സിറാത്ത്. അല്ലേ? ആലോചിങ്ങൾ എല്ലാവരും ഇത് കാണും, എന്നിട്ടാ സ്വർഗത്തേക്ക് പോവാ. ഇതൊന്നും ഒരു കഥയല്ല, മദ്രസയിൽ പഠിച്ച ബാലപാടല്ല, വരാനുള്ളതാ. ഹക്ക. ഈ ഇരിക്കണത് പോലെ, ഈ കേൾക്കണത് പോലെ, ഇതിലേറെ ഹക്ക്, ഇതിലേറെ ഹക്ക്. അല്ലേ? നമ്മളിപ്പോ ജീവിച്ചിരിക്കണ ഹക്കാണെങ്കിൽ ഇതിലേറെ വലിയ ഹക്ക്. അതുകൊണ്ട് ഈ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരത്തിലുള്ളൊരു ജീവിതം വേണ്ട. ദാലിക്കും ലൊന്നുക്കുമില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ ജീവിതത്തിന്റെ അർത്ഥമല്ലായ്മ അതാ അള്ളാഹ് പറയണതാ. അങ്ങനെ വേണ്ട. മരിച്ച അന്ന് തുടങ്ങാണ് ഒന്നില്ലെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. മരിച്ചാ മതി. മരിച്ചാ മതി. അന്ന് തുടങ്ങാണ് രക്ഷയോ ശിക്ഷയോ. ആര് മരിച്ചാലും ഒന്നില്ലെങ്കിൽ അവന്റെ രക്ഷ അല്ലെങ്കിൽ അവന്റെ ശിക്ഷ. രക്ഷക്ക് എന്ത് വേണം? വിശ്വാസം നന്നാകണം, കർമ്മം നന്നാകണം. ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ, പരിപൂർണമായി ദീനിക്ക് പ്രവേശിക്കണം. ശിക്ഷക്കോ വിശ്വാസം കേടുന്ന, കർമ്മങ്ങൾ കേടുന്ന ഒക്കെ ശിക്ഷയുടെ ലോകത്തേക്ക് വരാം. ഞാൻ അതൊന്നും ഇനി വിശദീകരിക്കണ്ടല്ലോ. സ്വർഗത്തിൽ ആരാ പോവുക, നരകത്തിൽ ആരാ പോവുക, എല്ലാവർക്കും മനസ്സിലായി. നല്ലവരൊക്കെ സ്വർഗത്തിൽ, ചീത്തവരൊക്കെ നരകത്തിൽ. ഏതാ നല്ലത്, ഏതാ ചീത്ത, അത് മാത്രമേ വേർതിരിക്കണ്ടുള്ളൂ. അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നു. ഏതാ ചീത്ത, ഏതാ നന്മ. അല്ലേ? ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് എന്നോടും നിങ്ങളോടും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഉണ്ടല്ലോ അല്ലെ, ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും
എന്തൊക്കെ നിങ്ങൾ വിലയിരുത്തിയാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, ജീവിതത്തിന്റെ തുടർച്ചയാണ്. എപ്പോഴാ വരിക എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏത് സെക്കൻഡിലും വരുമെന്ന ധാരണയോടുകൂടി മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്ന ബഹുമാന്യനായ, നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ സക്കരിയ സലാഹി, ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി, നമ്മുടെ ഒരുപാട് ദാഇമാർ, പണ്ഡിതന്മാർ, എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളായ ദാഇമാരും പണ്ഡിതന്മാരും, എല്ലാറ്റിനും ഉപരി അവർക്ക് വേണ്ടി സ്റ്റേജ് ഒരുക്കി, മനസ്സൊരുക്കി, പണമെറിഞ്ഞ് എങ്ങനെ സംഘടിപ്പിക്കാൻ, ജീവൻ വരെ പണയം വെക്കാൻ തയ്യാറാകുന്ന കേരളത്തിന്റെ കാസർഗോഡ് മുതൽ, അല്ല അങ്ങ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഒരു ഭൂമി മലയാളത്തിലും അതിന്റെ ബോർഡറുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഇസ്ലാഹി പ്രവർത്തകർ, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും സ്ഥൈര്യവും ധൈര്യവും തന്റെ ഇടവും മനക്കരുത്തും ആദർശനിഷ്ഠയും ദീനീബോധവും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാനുള്ള വിശാലമായ ആഗ്രഹവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറപ്പ് തുണക്കുമാറായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ത്യ രാജ്യത്ത് വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ, നായകന്മാർ, അവർക്കൊക്കെ അള്ളാഹു വിശാലമായ ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറപ്പ് ഉമ്മത്ത് മുസ്ലിമെ ഒന്നിപ്പിക്കുമാറാവട്ടെ. ഭിന്നതയിൽ നിന്ന്, ഛിദ്രതയിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിം അള്ളാഹു ഒന്നിപ്പിക്കുമാറാവട്ടെ. ആഗ്രഹങ്ങൾ ദുനിയാവിനോടാണെങ്കിൽ അള്ളാഹു അക്കൂട്ടരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ആഖിറത്തോട് മാത്രം പ്രതിപത്തിയുള്ളവരെ അത്തരമൊരു സംഘമായി ഈ സംഘത്തെ അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ. പടച്ചറപ്പ് നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കുടുംബക്കാർ, കൂട്ടക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കാർ, അയൽവാസികൾ, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ വിട്ടുപുറത്തു കൊടുക്കുകയും അവർക്ക് അള്ളാഹു തൗഹീദിലേക്ക്, സുന്നത്തിന്റെ വിഹായസിലേക്ക് അള്ളാഹു നമ്മോടൊപ്പം ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. പടച്ചറബ്ബ് ഈ ഉമ്മത്ത് മുസ്ലിമെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കാൻ, അതിനെ രണ്ടിനെയും എങ്ങനെയാണോ സ്വഹാബത്തും താബീങ്ങളും തബഉൽ തബായികളും കണ്ടത് അതുപോലെ കാണാനും സ്വീകരിക്കാനുമുള്ള വിശാലമായ ബോധം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ്ബ് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിനോടും മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിനോടും സുന്നത്തിനോടും മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനും സുന്നത്തും പഠിക്കാനും പകർത്താനും ദഅവത്ത് നിർവഹിക്കാനും അല്ലാഹുവേ സാധ്യമാകുമെങ്കിൽ ആ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ. റബ്ബേ, മരണം നിനക്കിഷ്ടപ്പെട്ട മാർഗത്തിലാകാൻ അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, മരണം നിന്റെ ദീനിന്റെ മാർഗത്തിലാകാൻ തുണക്കണേ നാഥാ. അല്ലാഹുവേ, മരണം നിന്റെ ദീനിന്റെ മാർഗത്തിലാകാൻ സഹായിക്കണേ നാഥാ. പഠിച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ അഹ്ലുകാരെയും അല്ലാഹുവേ നീ നിന്റെ ദീനിൽ മുസ്ലിമായി, സ്വാലിഹായി, മുത്തഖിയായി, മുവഹിദായി, മുഖ്ലിസായി, മുഅ്മിനായി, പച്ച മുവഹിദായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, ചെച്നിയയും ഫലസ്തീനും ബോസ്നിയയും ഇറാഖും അങ്ങ് തുടങ്ങി സിറിയയും ഈജിപ്ത് വരെ ലോകത്തിന്റെ വിവിധമായ പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിലാരംഭരായ നിസ്സഹായരായ മുസ്ലിം ഉമ്മത്തിന് നീ ദിശാബോധം നൽകി അനുഗ്രഹിക്കണേ നാഥ, ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സിറിയയിലെ 13% വരുന്ന ശുദ്ധ റാഫിലിയത്തിന്റെ ശിഈ ഭരണകൂടത്തെ മാറ്റി പഠിച്ചവനെ 20 ലക്ഷത്തോളം പാലായനം ചെയ്ത അതിൽ 10 ലക്ഷത്തോളം കുട്ടികളാണെന്ന് കണക്കുകൾ പറയുന്നു. അല്ലാഹുവേ, അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഹ്ലുസുന്നത്തിന്റെ ഭരണകൂടത്തെ നൽകി നീ സഹായിക്കണേ നാഥ. അല്ലാഹുവേ, അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ എന്ന സലഫി പ്രസ്ഥാനത്തിന് കീഴിൽ അല്ലാഹുവേ സംസ്കാരത്തിന്റെ നാഗരികതയുടെ ഈറ്റില്ലമായ ഈജിപ്തിനെ നീ പുനരുജ്ജീവിപ്പിക്കണേ പഠിച്ചവനെ. ജാഗ്രത നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ മോഹിച്ച, അധികാരക്കൊതി മോഹിച്ച ഒരു ദുഷ്ടൻ പഠിച്ചവനെ ഇല്ല റബ്ബേ, ആലോകന പൊറുക്കാത്ത ദുഷ്ടൻ. അല്ലാഹുവേ, അത്തരം ആളുകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, വർഗീയ സംഘർഷങ്ങളിൽ നിന്ന്, കമ്മ്യൂണൽ വയലൻസുകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമിനെയും നീ രക്ഷപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, അത്തരം ദുർബലമർദ്ദിത ഭരണാധികാരികളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരല്ലേ നാഥ. അല്ലാഹുവേ,
സഹായിക്കണേ. ഇന്ത്യ രാജ്യത്ത് ജാതി മറന്ന് മെയ് മറന്ന് ഒരുമിച്ച് ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജാതി മതഭേദമന്യേ സ്നേഹത്തോടെ സഹകരണവുമായി മുന്നോട്ട് പോകാനുള്ള വിശാല മനസ്ഥിതി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ സഹായിക്കണേ. ലോകാടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വിശാലമായ തൗഫീഖ് നൽകി ഈ ഉമ്മത്ത് മുസ്ലിമെ സഹായിക്കണേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് സദസ്സിലുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليكم ورحمة الله وبركاته.